പശ്ചിമേഷ്യ ഒന്നടങ്കം വീണ്ടും ഒരു യുദ്ധഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ അതീവ ഗുരുതരമായ സൈനിക സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ ജീവനാഡിയായ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച 4 വൻ വാണിജ്യ കപ്പലുകളെ ഇറാൻ നാവികസേന ആകാശത്തേക്ക് വെടിയുതിർത്ത് ശക്തമായി ചെറുത്തു തോൽപ്പിച്ചതായാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിൽ ഈ മേഖലയിൽ നിലനിൽക്കുന്ന കടുത്ത സൈനിക അസ്വാരസ്യങ്ങൾക്ക് പിന്നാലെയാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു കടുത്ത നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം ന്യൂസ് ഏജൻസിയാണ് ലോകരാജ്യങ്ങളെ ഉറ്റുനോക്കുന്ന ഈ പുതിയ സംഭവ വികാസം ഔദ്യോഗികമായി പുറത്തുവിട്ടത്. പേർഷ്യൻ ഗൾഫിന്റെ കവാടമായ ഹോർമുസ് കടലിടുക്കിലൂടെ ഇറാന്റെ അനുമതിയില്ലാതെ കടന്നു പോകാൻ ശ്രമിച്ച കപ്പലുകളെയാണ് ഇറാന്റെ നാവിക സേനാംഗങ്ങൾ തടഞ്ഞത്. അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ ഇറാൻ ഏർപ്പെടുത്തിയിട്ടുള്ള കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളും മുൻകൂട്ടിയുള്ള ആശയവിനിമയ സംവിധാനങ്ങളും ലംഘിച്ചതാണ് ഈ കപ്പലുകൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഇറാനെ പ്രേരിപ്പിച്ചത് എന്നാണ് തസ്നീം ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം പ്രസ്തുത 4 വാണിജ്യ കപ്പലുകളും ഇറാന്റെ തീരസേനയുമായി യാതൊരുവിധ ഏകോപനത്തിനും തയ്യാറാകാതെയാണ് തന്ത്രപ്രധാന മേഖലയിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചത്. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷാ ചുമതലയുള്ള ഇറാനിയൻ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളെയും ചോദ്യങ്ങളെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ കപ്പലുകൾ മേഖലയിൽ വലിയ രീതിയിലുള്ള സംശയങ്ങൾക്ക് ഇടയാക്കുകയായിരുന്നു. കപ്പലുകൾ തങ്ങളുടെ പ്രഥമ മുന്നറിയിപ്പുകൾ പൂർണ്ണമായും അവഗണിച്ച സാഹചര്യത്തിലാണ് ഇറാൻ നാവികസേന ശക്തമായ പ്രതിരോധ നടപടികളിലേക്ക് കടന്നത്. കപ്പലുകളെ നിർബന്ധിതമായി തടഞ്ഞു നിർത്തുന്നതിനായി കപ്പലുകൾക്ക് നേരെ അതിശക്തമായ രീതിയിൽ മുന്നറിയിപ്പ് വെടിയുതിർക്കാൻ ഇറാൻ കമാൻഡർമാർ ഉത്തരവിടുകയായിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ മുൻപ് അമേരിക്കൻ നാവികസേനയും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും തമ്മിൽ നേരിട്ട് നടന്ന അതിശക്തമായ മിസൈൽ ഡ്രോൺ ഏറ്റുമുട്ടലുകളുടെ തുടർച്ചയായാണ് ഈ പുതിയ സംഭവ വികാസത്തെ അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. കുവൈറ്റിലെ US താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശേഷം മേഖലയിലുടനീളം അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കനത്ത ജാഗ്രതയിലാണ്. ഈ പുതിയ സൈനിക പ്രകോപനത്തിന്റെ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ അന്താരാഷ്ട്ര സാമ്പത്തിക രംഗത്തും ഊർജ വിപണിയിലും അതിന്റെ കനത്ത പ്രതിഫലനങ്ങൾ ദൃശ്യമാകാൻ തുടങ്ങി. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില പെട്ടെന്ന് തന്നെ 2% കുതിച്ചുയർന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന ഭീതി എണ്ണ വ്യാപാരികൾക്കിടയിൽ ശക്തമായതാണ് ഈ പെട്ടെന്നുള്ള വിലവർദ്ധനവിന് കാരണമായത്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും വലിയൊരു പങ്കും കടന്നുപോകുന്ന ലോകത്തിലെ ഏറ്റവും നിർണായകമായ എനർജി കോറിഡോറാണ് ഹോർമുസ് കടലിടുക്ക്. ഒമാനും ഇറാനും തമ്മിലുള്ള ഈ ഇടുങ്ങിയ സമുദ്രപാതയിൽ ഉണ്ടാകുന്ന ഏതൊരു സൈനിക അസ്ഥിരതയും ആഗോളതലത്തിൽ വലിയ ഇന്ധനക്ഷാമത്തിന് വഴിതെളിക്കും. തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി മാത്രമാണ് കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തതെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന വിശദീകരണം. തങ്ങളുടെ അനുമതിയില്ലാതെ പേർഷ്യൻ ഗൾഫിലേക്ക് ഒരു വിദേശ കപ്പലിനെയും പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ടെഹ്റാൻ. അമേരിക്കൻ നാവികസേനയുടെ സംരക്ഷണതയിലാണ് ഈ 4 വാണിജ്യ കപ്പലുകളും ഹോർമുസ് കടലിടുക്ക് മുറിച്ചു കടക്കാൻ ശ്രമിച്ചതെന്നാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇറാന്റെ തീരസേന കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്ത സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന അമേരിക്കൻ പടക്കപ്പലുകൾക്ക് കപ്പലുകളെ സംരക്ഷിക്കാനോ ഇറാന്റെ നീക്കത്തെ ചെറുക്കാനോ കഴിഞ്ഞില്ല എന്ന ആക്ഷേപം ഇതിനകം ശക്തമായിട്ടുണ്ട്. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ഈ സൈനിക നടപടിയെ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ കടുത്ത ഭാഷയിലാണ് അപലപിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ജലാതിർത്തിയിലൂടെയുള്ള സ്വതന്ത്ര കപ്പൽ ഗതാഗതത്തിന് മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലെ ഈ പുതിയ സംഘർഷാവസ്ഥ ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ അംഗരാജ്യങ്ങളായ സൗദി അറേബ്യ, UAE, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലും കടുത്ത ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ഈ രാജ്യങ്ങളുടെയെല്ലാം പ്രധാന സാമ്പത്തിക സ്രോതസ്സായ എണ്ണ കയറ്റുമതി പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഹോർമുസ് പാതയാണ്. റഷ്യയുടെയും ചൈനയുടെയും പരോക്ഷമായ നയതന്ത്ര പിന്തുണയോടെയാണ് ഇറാൻ അമേരിക്കൻ സഖ്യശക്തികളെ ഗൾഫ് മേഖലയിൽ ഇത്തരത്തിൽ പരസ്യമായി വെല്ലുവിളിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ആധിപത്യം തകർക്കാൻ തക്കം പാർത്തിരിക്കുന്ന ശക്തികൾക്ക് ഈ സൈനിക ഏറ്റുമുട്ടൽ പുതിയൊരു ആയുധമായി മാറിയിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള വിമാന സർവീസുകളും സമുദ്ര വ്യാപാരവും കനത്ത സുരക്ഷാ ഭീഷണി നേരിടുകയാണ്.
വെടിയേറ്റ കപ്പലുകൾക്ക് എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നോ ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നതോ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാൻ കപ്പൽ കമ്പനികളോ US സൈന്യമോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ വിലക്കും തുടർച്ചയായ വെടിവെപ്പും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ പൂർണ്ണമായും ഒരു പുതിയ യുദ്ധയുഗത്തിലേക്ക് നയിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടു പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങൾ മിഡിൽ ഈസ്റ്റിന് ഏറെ നിർണായകമാണ്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാനും മേഖലയിൽ പൂർണ്ണമായ ഒരു യുദ്ധം ഒഴിവാക്കാനും ആഗോള നേതൃത്വം അടിയന്തരമായി ഇടപെടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. വരും മണിക്കൂറുകളിൽ പുറത്തുവരുന്ന ഔദ്യോഗിക സൈനിക പ്രസ്താവനകളായിരിക്കും ഈ മഹാപ്രതിസന്ധിയുടെ ഭാവി നിർണ്ണയിക്കുക.